ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെലിവറി പാക്കിംഗ് ആണ്. അപ്പം നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുക അമ്മമാരെന്നെ ഇരുന്ന് പാക്ക് ചെയ്തിരിക്കും. പക്ഷെ നമ്മളെ വീഡിയോയിൽ ഞാനല്ല, ഏട്ടനാണ് എനിക്ക് ബാഗ് പാക്ക് ചെയ്ത് തരുന്നത്. എനിക്ക് അത്രയും സമയം ഇങ്ങനെ ഇരിക്കാനൊന്നും കഴിയൂല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 8 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ സമയത്താണ് പാക്ക് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കുള്ളത്, പിന്നെ ബേബിക്കുള്ളത്, അതുപോലെ തന്നെ ആദിക്കേട്ടനും, പിന്നെ അതിന് ശേഷം വാങ്ങേണ്ട സാധനങ്ങൾ, അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിനനുസരിച്ചാണ് നമ്മൾ എടുത്തു വെക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ കുഞ്ഞിന്റെ സാധനങ്ങൾ എടുത്തു വെക്കാം കേട്ടോ നമുക്ക്. ലവ്നു, കുഞ്ഞുമാവിന്റെ സാധനങ്ങൾ. കുഞ്ഞുമാവയ്ക്ക് ആദ്യം വേണ്ടത് ഡ്രൈ ഷീറ്റ്. ആദ്യം നമ്മളെ കുഞ്ഞുവിന്റെ സമയത്ത് ഇതേപോലെ നമ്മൾ ഒന്നാകെ വാങ്ങിച്ചു തരുന്നേ. പക്ഷെ അത് വലിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നായിരുന്നു നമ്മൾ, പകുതി ആക്കിയിട്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്താക്കി, ചെറുതന്നെ നോക്കി എടുത്തു. ഒന്നാകെ തന്നെ എടുത്തത്. കാരണം ഞാൻ അങ്ങനെ വീട്ടില് ഡയപ്പർ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം 18-20ഓളം ക്ലോത്തും ഡ്രൈ ഷീറ്റും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നാകെ തന്നെയാണ് നമ്മൾ സാധനം എടുത്തിട്ടുള്ളത് കേട്ടോ. വെച്ചോ. ഓക്കെ, പിന്നെ മുണ്ട് കൊടുത്തോട്ടോ ഗൈസ്. ഇതൊക്കെ ആർക്കുള്ള സാധനങ്ങളാ കുഞ്ഞു? എന്ത്? ഓക്കെ. അപ്പോ പിന്നെ ടർക്കി എടുത്തു വെച്ചു. ടർക്കി ഇല്ലേ ഗൈസ്, ഈ കുഞ്ഞുൻ്റെതും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് പുതിയ തന്നെ യൂസ് ആക്കാൻ, ഓൻ്റെത് ഉപയോഗിക്കൂല എന്നല്ല, പുതിയതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് 2-3 പുതിയത് എടുത്തിട്ടുണ്ട്. ബാക്കി അതിന്റെ തന്നെ. ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ ഗൈസ്. ഇനി ക്ലോത്തിന്റെ പാമ്പറാണ് നമ്മൾ വെക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതൊന്ന് വെക്കാം. ഇത് ശരിക്കും കുഞ്ഞുവിന് ഒരു മിനിറ്റ് അമ്മ അത് പറയട്ടെ, എന്നിട്ട് കേക്കാം. കുഞ്ഞുവിന് നമ്മളത് വലിയ കുട്ടിയായിരുന്നു കേട്ടോ യൂസ് ആക്കിയത്. രാത്രി ഉറങ്ങുന്ന സമയത്ത്, അല്ലാതെ നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് 1 വയസ്സിന് ശേഷം എങ്ങനെ നമ്മൾ യൂസ് ആക്കിയത്. അതുവരെ നമ്മൾ ഇവനെ എന്താ പറയാ, ക്ലോത്ത് തന്നെയായിരുന്നു. ഇവൻ എന്താണോ ഇടുന്ന ആ സാധനം അതിങ്ങനെ മാറ്റേണ്ടി വരും. അതും ബെഡ്ഷീറ്റും ഡ്രൈ ഷീറ്റും ഒക്കെ മാറ്റേണ്ടി വരും. ഇപ്പൊ ഒരു ദിവസം ഒരു 18 എണ്ണം അങ്ങനെയോളം ഉണ്ടാവും. പക്ഷെ പാമ്പർ നമ്മൾ വീട്ടിൽ തീരെ യൂസ് ആക്കിയിട്ടില്ല. പുറത്തു പോകുമ്പോ പിന്നെ യൂസ് ആക്കാതെ പറ്റൂലല്ലോ, അപ്പൊ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ചു തന്നെ ഉള്ളൂ, എന്താണെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു 5 കളറാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് ന്യൂ ബോൺ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചു കാലമൊക്കെ യൂസ് ചെയ്യാം പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും അതെടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ്, കുഞ്ഞുമാവിന്റെ ഡ്രസ്സ് ഇല്ല വാവേ, മുട്ടായി ഇല്ല. ഡ്രസ്സ് ഉണ്ട്, ന്യൂ ബോണിന്റെ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മാറ്റേണ്ടി വരും, ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു ദിവസം അത്യാവശ്യം ക്ലോത്ത് മാറ്റേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഡ്രസ്സുകൾ, കിട്ടുന്നതും ബട്ടൺസ് ഉള്ളതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ 1-2-3 എണ്ണം ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കടാ. ബട്ടൺസ് ഉള്ളതും ഉണ്ടാവും. ബട്ടൺസ് ഉള്ളതും എടുത്തു വെച്ചു. ബട്ടൺസ് ഉള്ളത് ഇതൊക്കെ ചെറിയ പൈസയിലോട്ടെ കൈസ്. ഇത് നമുക്ക് പിന്നെ ഇത് വല്ലാണ്ട് ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വേഗം കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് 1-1.5 മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ക്ലോത്ത് ആണ്. എന്തായാലും വേണം, കാരണം ഒരു ദിവസവും നല്ല തോനെ എണ്ണം വേണം. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞിനെ കാണാൻ വരുന്നവരൊക്കെ ഡ്രസ്സ് കൊണ്ടുവരും. പക്ഷെ അത് ഒരു 1-2-3 മാസത്തേക്കുള്ള ഡ്രസ്സേക്കില്ല, വലിയ ഡ്രസ്സായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ന്യൂ ബോൺ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങിച്ചത്. ആ സമയത്ത് നമ്മൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഈ ഡ്രസ്സിന് ധാരാളം നല്ല ഡ്രസ്സുകൾ വേണ്ട. അപ്പോൾ ആ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ.
2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റേ നാപ്പീസ്, അതൊന്ന് കാണിച്ചു കൊടുക്ക്. അത് ഒന്ന് തുറന്ന് കാണിച്ചാൽ മതി, ബാക്കി അവിടെ നോട്ടെ. ഇതും കുഞ്ഞൂന് ഉണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞൂന് ഞാൻ മല്ലുമുണ്ട് എന്താ പറയാ കട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോ കുഞ്ഞുവിന്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലോത്ത്. എന്റെ കുഞ്ഞു ഒന്ന് അടങ്ങിയിരിക്കും. കുഞ്ഞു ഇവനെ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് നല്ല ടാസ്ക്കാണ്. ഇവ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇത് കവറൊക്കെ പൊളിച്ചെടുക്കുന്ന സമയം കൊണ്ട് എണീച്ചു പോയി. അതുകൊണ്ടുള്ളൊരു ഇത് ഇങ്ങനത്തെ സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം തോന്നുന്നുണ്ട്, കാരണം നനയുന്നതിനനുസരിച്ച് മാറ്റണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനത്തെ സാധനം കൂടി എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി മുണ്ട് കട്ട് ചെയ്യാൻ ഞാൻ കുഞ്ഞുവാവിക്ക് മുണ്ട് കട്ട് ചെയ്യാനുള്ളത് വേറെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. വേണമെങ്കിൽ അപ്പേട്ടൻ കട്ട് ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ അങ്ങനെ അതുകൂടി എടുത്ത് വെച്ചോ. പിന്നെ വേണ്ടത് ആ ഫേസ് കർച്ചീഫ്, അതൊന്ന് തുറന്നു കാണിക്ക്. ഇതെന്താ വെച്ചാൽ നമ്മള് ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തുടച്ചു കൊടുക്കേണ്ടി വരുമല്ലോ, എന്തായാലും തുടക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പിന്നെ കുഞ്ഞിനുണ്ടായിരുന്നില്ല കുഞ്ഞു. അപ്പൊ ഇത് കുഞ്ഞുന്റെ അല്ല, കുഞ്ഞുന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് കേക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പുതിയത് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഫേസ് കർച്ചീഫ് കുറച്ചെണ്ണം, ഒരു 5 ഉള്ളൂ. അതിനും ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ കേട്ടോ, വളരെ ചെറിയ പൈസയുള്ളൂ. മക്കളെ സാധനത്തിനൊക്കെ ഉണ്ട്. അപ്പം ആ സംഭവങ്ങള് പിന്നെ കുഞ്ഞുന്റെ ബാത്ത് ടവൽ അത് കാണിച്ചോ. ഇതെന്താ സാധനം കുഞ്ഞു? കയ്യിലിടുന്ന സാധനം. ഇത് ഞാൻ കുറച്ച് 4 പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ. കാരണം കുഞ്ഞിനെ പുറത്തിറങ്ങിയ പാടെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെക്കണല്ലോ, പെട്ടെന്ന് ആ കുറച്ച് ദിവസങ്ങൾ എന്തായാലും ഫുൾ കവർ ചെയ്ത് വെക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചാണ്. കഴിഞ്ഞ യൂസ് ആക്കലൊന്നും ഉണ്ടാവില്ല. ഇവന് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവന്റേത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നഖമൊന്നും അങ്ങനെ വല്ലാണ്ട് നമ്മൾ വേഗം ശരിയാക്കി കൊടുക്കലുണ്ട്. മുഖമൊന്നും മാന്തി വെക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവന്റെ തന്നെ ഒക്കെ യൂസ് ആക്കുമ്പോൾ അത് ശരിയില്ലല്ലോ, നമ്മൾ പുതിയത് എന്തായാലും വാങ്ങിക്കൊടുക്കണ്ടേ. പിന്നെ ഒരു ഫുൾ കവറുള്ള ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാത്ത് ടവല്, കുഞ്ഞുമാവന്റെ ബാത്ത് ടവല്. നമ്മള് ഹോസ്പിറ്റലിൽ എന്തായാലും കുളിപ്പിക്കൊന്നുമില്ല, വീട്ടിൽ പോയിട്ടേ കുളിപ്പിക്കുള്ളൂ. പക്ഷെ എന്നാലും തുടയ്ക്കണമെങ്കിലും തോർത്തുമുണ്ടും. അപ്പൊ ഇങ്ങനെ 3 വൈറ്റും 1 കളറും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കുഞ്ഞുമാവിന്റെ സാധനങ്ങള് ഏറെക്കുറെ കഴിഞ്ഞു. ബാക്കി ഇനി വേണ്ടത് ബെഡ് കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മള് കുഞ്ഞുമാവ് ജനിച്ചിട്ടേ ഉള്ളൂ, അപ്പം വാങ്ങിക്കുള്ളൂ. അതൊന്നും ഇപ്പൊ വാങ്ങിച്ചു വെക്കുന്നില്ല. ഇത് പിന്നെ കഴുകി ഉണക്കേണ്ടത് കൊണ്ട് മാത്രം ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. ഇനി ഇന്റെ ഐറ്റംസ് ആണ്. ആ വൈറ്റ് ഡ്രസ്സ് വെച്ചോ, വൈറ്റ് ഡ്രസ്സാ ഒന്ന് തുറന്നു കാണിക്കണേ. അതെന്താ വെച്ചാൽ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഡെലിവറി. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റ് നിർബന്ധമാണ്. എനിക്ക് സി സെക്ഷൻ ആണ്. അപ്പോൾ OT-യിൽ കയറുമ്പോഴും അതുപോലെ തന്നെ ഒരു ദിവസം ICU-ലായിരിക്കും. അത് എനിക്ക് അത്യാവശ്യം വയറുള്ളതുകൊണ്ടാണ് ഞാൻ ഏറ്റവും വലിയ സൈസ് എടുത്തത് ഗൈസ്. അപ്പോൾ ICU-ലും ഈ സാധനം വേണം. അത് കഴിഞ്ഞ് പിന്നെ സാധാ ഡ്രസ്സിലോട്ട് തന്നെ മാറാം. അപ്പൊ ആ 2 ദിവസത്തേക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഇതും എന്തോ ചെറിയ പൈസയുള്ളൂ, 2 ഒന്നിന് 150 രൂപ അങ്ങനെ എങ്ങാനുമാണ് വരുന്നത് തോന്നുന്നു. അത് പിന്നെ മുണ്ടാണ് നമ്മൾ യൂസ് ആക്കേണ്ടത്. മല്ലുമുണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല, കുഞ്ഞിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ കുഞ്ഞിന് വേണമെങ്കിൽ കീറിയാൽ മതി. നമ്മൾ മറ്റേ സാധനം വാങ്ങിച്ചതുകൊണ്ട് കീറേണ്ടി വരുമോന്ന് അറിയില്ല. എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളോട്ട് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ കഴുകാത്ത തന്നെ സാധനം വേണം, അവർക്ക് കഴുകിയ സാധനം പറ്റില്ല. ബാക്കിയൊക്കെ കഴുകി ഉണക്കിയതാണ്. വേണമെങ്കിൽ അപ്പൊ ഏട്ടൻ കട്ട് ചെയ്ത് കൊടുത്തോളൂ. അങ്ങനെ മല്ലുമുണ്ടും പിന്നെ ആ വൈറ്റ് ഡ്രസ്സും കേട്ടോ. പിന്നെ വേണ്ടത് ബെഡ്ഷീറ്റ് ആണ്. തൽക്കാലം ഞാൻ 3 ബെഡ്ഷീറ്റ് എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞങ്ങൾ പേവാട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താവും അറിയില്ല, സിറ്റുവേഷൻ അപ്പം എങ്ങനെയാണെന്ന് അനുസരിച്ച് ചെയ്യാം. ഇനി അഥവാ ബെഡ്ഷീറ്റ് വേണമെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും അമ്മയോ അഭിനയോ ആരെങ്കിലും എത്തിച്ചെന്നോളൂ. പിന്നെ എൻ്റെ മാക്സിയും ഇന്നറും തോർത്തുകൊണ്ടും ഈ സാധനങ്ങളൊക്കെയാണ്.
പിന്നെ അത് കൂടാണ്ട് ഒരു മെറ്റേണിറ്റി പാഡ് വാങ്ങിച്ചിട്ടുണ്ട്, ആ സാധനം. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു ഡ്രസ്സ്. പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മളെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും സ്കാനൊക്കെ ഉള്ള മെഡിക്കൽ റെക്കോർഡ്സ് അതൊരു ഫയലിലാക്കിയിട്ട് അത് വെക്കാം. പിന്നെ നമ്മൾ ID പ്രൂഫ് കാര്യങ്ങളുള്ള ഒരു വാളറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ശരിക്കും വെക്കേണ്ട സാധനം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന അയൺ ടാബ്ലറ്റ്, കാൽസ്യം അങ്ങനത്തെ ടാബ്ലറ്റിന്റെ ഒരു സാധനം ഉണ്ടാവും. പിന്നെ ചാർജർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ അപ്പം വെക്കാം. ചാർജറൊന്നും ഇപ്പൊ വെച്ച് ശരിയാവില്ല, അപ്പൊ പോവാൻ നേരത്തെ വെക്കാം. പിന്നെ ഇത് കൂടാണ്ട് നമ്മള് സാധാരണ കോമൺ യൂസിനുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, പായ, പിന്നെ കെറ്റില്, ഫ്ലാസ്ക്, ടിഫിന്, അങ്ങനത്തെ പാത്രങ്ങള്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, വിമ്മ്, ഡെറ്റോള്, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഇടാനുള്ള ചപ്പല്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഇതൊക്കെ ഗൈസ് എന്റെ മോൻ അവിടെ ഇവിടെയൊക്കെ വാരി ഇട്ടിട്ടുണ്ട്, കണ്ടോ. അപ്പൊ അതൊക്കെ ഇവിടെ ബക്കറ്റിലാക്കി ഇത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ആദ്യന്റെയും ഏട്ടന്റെയും ഡ്രസ്സുകളുണ്ട്. അത് ഞാൻ പിന്നെ വേറെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യന്റെ കൊട്ടയിൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ കൊട്ടയിൽ. ഏട്ടൻ്റെത് വേറെ. അങ്ങനെയൊക്കെയാണ് നമ്മള് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തേക്ക് പിന്നെ നമ്മള് ന്യൂസ് പേപ്പർ, പ്ലാസ്റ്റിക് കവറുകള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ മേല് കാണിക്കായിട്ടാണ്. അതൊക്കെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേണമല്ലോ. അതൊക്കെ ഞാൻ മറ്റേ സാധനത്തിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. ബക്കറ്റിന്റെയും സൗണ്ട് ആക്കല്ലടാ, ബക്കറ്റിന്റെയും ഫ്ലാസ്ക്, കെറ്റിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചല്ലോ, പാത്രങ്ങളൊക്കെ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പറുകളും പ്ലാസ്റ്റിക് കവറൊക്കെ നനഞ്ഞ ഡ്രസ്സൊക്കെ കൊടുത്തു വിടണമെങ്കിൽ വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ വിട്ട് പോയിണ്ടാവുക, അപ്പൊ ഏട്ടൻ പോയി വാങ്ങിക്കൊടുത്തോളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം.